ടു അവർ ചാനൽ ജിലൂസ് വേൾഡ്. ദേ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ ഒത്തിരി ഒരു വെറൈറ്റി കളറുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് മനസ്സ് നിറയുന്ന ഒരു ഗിഫ്റ്റ് ഓഫറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ മൊത്തം കാണണം, എന്നിട്ട് എന്നോട് ഡൗട്ടൊന്നും ചോദിക്കരുത് ഞാൻ എത്ര പേരോടെ ഇത് പറഞ്ഞു തരുന്നതെന്ന്. അപ്പോൾ അതുപോലെ തന്നെ അതിന് മുമ്പ് തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം. ആദ്യമേ ഞാൻ ഇതിൻ്റെ മദർ പ്ലാന്റ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ തൈകളാണ് സെയിലിന് വിടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടോ ഈ പ്ലാന്റിൻ്റെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകളാണ് വരുന്നത്. അതുപോലെ തന്നെ അതിന് മുമ്പ് തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഈ പ്ലാന്റ്സ് ഞാൻ തരുന്നത് സാധാ പ്രോട്ടീൻ മിക്സിലാണ് വെച്ചിരിക്കുന്നത്. അതായത് മണ്ണ്, മണൽ, കുറച്ച് ചാണകപ്പൊടി, ചകിരിച്ചോറ്. അപ്പോൾ ചകിരിച്ചോറും മണ്ണുമായാലും മാത്രം കുഴപ്പമില്ല. അങ്ങനെ പറയാനുള്ള കാരണം ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് കുറേ പേര് അതിൻ്റെ അകത്ത് മുട്ടത്തോടും DAPയും എല്ലുപൊടിയും അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിലേ നടും. അപ്പോൾ അതങ്ങനെ ചെയ്യരുത്. നമ്മുടെ കൈ കിട്ടി ഒരു 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് വളം വേണമെങ്കിലും അതിൻ്റെ അകത്ത് ചെയ്യാം. അതുവരെ ഈ ഞാൻ പറയുന്ന പോലെ ഈ സാധാ പ്രോട്ടീൻ മിക്സിൽ അതിനൊരു കുറച്ച് അളവുണ്ട്. ആ അളവിൽ തന്നെ ചെയ്താൽ മതിയാകും. അപ്പം ഞാനിത് DTDC വഴിയായിരിക്കും അയക്കുന്നത്. അപ്പം ഇത് 9 എണ്ണത്തിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് ഞാനിപ്പോൾ ഇത് കൊടുക്കുന്നത്. ഒരെണ്ണം ഗിഫ്റ്റ്, അങ്ങനെ 10 എണ്ണമായിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം നിങ്ങൾക്ക് സെയിൽ തരുന്നത്. അപ്പം നമ്മുടെ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള എപ്പോഴും ഇല്ലാത്ത ഒരു കളറ് ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാവേ. ആദ്യമേ കാണിച്ചേക്കാം. ആദ്യമേ മദർ പ്ലാന്റ് ഒന്ന് കാണിച്ചേക്കാം. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതിൻ്റെ പൂ പോയതാണ്. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ്. ഇതിൻ്റെ മദർ പ്ലാന്റ് കാണിച്ചേക്കാം. ഇതിൻ്റെ കളറ് എന്ന് പറയുന്നത് ഒരു പീച്ചിൽ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നതാണ്. ഇതിൻ്റെ മദർ പ്ലാന്റ് ശ്രദ്ധിച്ചോണം കേട്ടോ, ഹൈറ്റ് വെക്കത്തേ ഇല്ല. അതാണ് ഇത് കുള്ളൻ വെറൈറ്റി തന്നെയാണ് ഇത് തരുന്നത്. അപ്പോൾ അടുത്തത് ഇത് നോക്കിക്കോ. ഇതിൻ്റെ ഈ പൂവിൻ്റെ ഒരു ഭംഗി നോക്കിക്കോണേ. ഇത് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് മാക്സിമം ഒരടി കൂടുതൽ വെക്കത്തേ ഇല്ല. ഇത് ചട്ടി നിറച്ച് ബുഷിയായിട്ട് നിൽക്കും. ഇതിൻ്റെ ഈ ഹൈറ്റിലേ വരത്തുള്ളൂ കേട്ടോ, ഇത്ര ഹൈറ്റിലേ വരത്തുള്ളൂ. ഇതിൻ്റെ കളറ് നിങ്ങൾ തന്നെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തോ. ഞാൻ ഈ പ്രാവശ്യത്തെ കോംബോയിൽ 5 വ്യത്യസ്തമായ കളറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ്. പിന്നെ അടുത്തത്, അയ്യോ ഇതാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടോ, പൂ വന്നതേ ഞാനങ്ങ് എടുത്തന്നേ ഉള്ളേ, ഇച്ചിരി വാടി നിൽക്കുവാണ്. ഇത് കണ്ടോ, ഇത് കണ്ടോ. ഇത് ഇതുവരെ എൻ്റെ ഒരു ഈ ബോൾസം കോംബോയിൽ നമ്മൾ സെയിൽ ചെയ്യാത്ത കളറാണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു പുതിയത് വരുമെന്ന്. ഇതുണ്ടോ, അതിൻ്റെയാണ്. ഇതിൻ്റെ മുട്ട് വരാറായിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് കണ്ടോ, ഇത് നോക്കിക്കോ കളർ. അടുത്തത് കണ്ടോ, ഒരു ഓറഞ്ച് പോലത്തെ, ഇതൊരു മൾട്ടി കളർ ചേർന്ന ഒരു ഇതാണ്. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ പൂവിൽ ഓറഞ്ചിൽ ഒരു വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് ചേർന്ന ഓറഞ്ച് തന്നെ. ഇത് കണ്ടോ ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു വ്യത്യാസത്തിൽ ഞാൻ കാണിക്കാം. അതിൻ്റെ വേറെ ഒരിത്, അതിൻ്റെ ലീഫിന് വ്യത്യാസമാണ്, ശ്രദ്ധിച്ചോ. ഇത് ഇവിടെ നോക്കിക്കോ, ഇതിൻ്റെ ലീഫിന് വ്യത്യാസമാണ്. ഇതിൻ്റെ ലീഫ് ഇതുണ്ടോ, ഇങ്ങോട്ട് നോക്കിക്കോ. ഇതിൻ്റെ ലീഫ് എന്ന് പറയുന്നത് അടിഭാഗം കൊണ്ട് മൊത്തം ബീറ്റ്റൂട്ട് കട്ട് ചെയ്ത പോലുള്ള ഒരിതാണ് വരുന്നത്. പക്ഷേ ഇതിന് നല്ല ഗ്രീനാണ് വരുന്നത് കേട്ടോ. ഇതിന് നല്ല ഗ്രീനാണ്. അപ്പം ഞാൻ ഈ ചെടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാറായി, പക്ഷേ ഞാൻ ചെയ്തില്ല, എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ്. ഇത് അതേപോലെ തന്നെ ഇതിൻ്റെ 2ൻ്റെ പൂ ഞാൻ എടുത്ത് കാണിക്കുകയാണ്. വ്യത്യാസം നോക്കിക്കോ. ഇതും ഓറഞ്ച്, നല്ല ഓറഞ്ചിൽ ലൈറ്റായിട്ടുള്ള ഒരു വൈറ്റാണ് വരുന്നത്. ഇത് കണ്ടോ, വൈറ്റിൽ ഒരു ഓറഞ്ച് ചേർന്ന് വരുന്നത്. ഇതാണ് ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് പക്ക ആയിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ചത് കണ്ടോ കട്ടിങ്സ് എടുത്തിട്ടുണ്ട് അടുത്തത് പിടിപ്പിക്കാനായിട്ട്. അതും കണ്ടോ, ഇങ്ങോട്ട് നോക്കിയോ, കട്ടിങ്സ് എടുത്തിരിക്കുവാണേ. എന്നിട്ട് ഇത് വന്നുണ്ടോ, ഇതിൻ്റെ ഹൈറ്റ് നോക്കിക്കേ. പിന്നെ ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ എപ്പോഴും ഞാൻ ഇതിൻ്റെ തൈകൾ കൊടുക്കുന്നതാണ് സെയിലിന്. ഇതുണ്ടോ, ഇത് ലാവണ്ടർ കളറ്, അകത്ത് ഇതുണ്ടോ വൈറ്റ് വരുന്ന ലാവണ്ടർ കളറ്. ഇതിൻ്റെ ലീഫ് എപ്പോഴും ഈ ലേഡീസ് ഫിംഗറിൻ്റെ ടൈപ്പ് പോലെ ഇരിക്കും, പക്ഷേ എപ്പോഴും പൂക്കും. ഇവനെ ഉള്ളു ഈ കൊടുക്കുന്നതിൽ ഇച്ചിരി സെൻസിറ്റീവായിട്ടുള്ളൊരു പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇവനെ ഇച്ചിരി കൂടെ കെയർ ചെയ്യണം. പിന്നെ
പിന്നെ ഇതിൽ കണ്ടോ, ഞാൻ ഇത് ഇങ്ങനെയാണ് DAP ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ ലെവലിലാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ തണ്ടേ മുട്ടുന്നില്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത്, കൊടുക്കുമ്പോൾ ഞാൻ ചകിരിച്ചോറാണ് കൂടുതലും മണ്ണും ചകിരിച്ചോറുമാണ് കൂടുതലും കിടക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് പറയുമ്പോൾ ഞാൻ വെള്ളം തളിക്കുമ്പം ഇങ്ങനെ പൂവാളിക്കാണ് ഇങ്ങനെ സ്പ്രേ ചെയ്താണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ തണ്ടേ മുട്ടാത്തത്. എല്ലാവരും എപ്പോഴും ഈ DAP ഒക്കെ കൊടുക്കുമ്പോൾ മണ്ണ് ഇളക്കിയിട്ട് കുഴിച്ചിട്ടിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പിടിച്ചോളും. അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വെരിഗേറ്റഡ് മോഡലാണ്. പക്ഷേ അതല്ല കേട്ടോ, ഇതും കുറ്റി ബോൾസത്തിൻ്റെയാണ്. ഇതൊരു വേറെ ഒരു റെയർ വെറൈറ്റീസാണ്. ഇതിൻ്റെ ലീഫ് ശ്രദ്ധിച്ചോ, ഇതിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീനാണ് സൈഡിൽ കൂടെ കൊടുത്ത് ഇരിക്കുന്നത്. അതൊരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇത് എന്ന് പറയുന്നത് ഡാർക്ക് പിങ്കാണ്. ഉണ്ടോ, ഡാർക്ക് പിങ്ക്. ഇത് കൊലകൊലയായിട്ട് അങ്ങോട്ട് കായ്ച്ചോളും കേട്ടോ. അല്ല പൂത്തോളും, പൂത്തോളും. ഉണ്ടോ, നോക്കിക്കോ അതിൻ്റെ മുട്ടൊക്കെ വരുന്നത്. എനിക്ക് ഇച്ചിരി വളമൊക്കെ ഇട്ട് ഇച്ചിരി ഒന്ന് പരിപാലിക്കാൻ സമയം കിട്ടിയില്ല, അതിൻ്റേതായ ഇതൊക്കെ ഉണ്ട്. അപ്പം ഇതിലുള്ള 10 കളറിൻ്റെ തൈകളാണ് ഈ ഇരിക്കുന്നത് കേട്ടോ നമുക്ക്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവരെല്ലാവരും എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി വാട്സാപ്പിൽ. എങ്ങനെ 9496226601. എങ്ങനെ 9496226601. അപ്പം ഞാൻ ഇതിൽ ഈ പ്ലാന്റാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഒരു റെയർ വെറൈറ്റീസാണ്. അപ്പോൾ ഈ 10 കളറിൽ ഉൾപ്പെടും. അപ്പോൾ നിങ്ങൾ പോന്നോളൂ കേട്ടോ.